ഹായ് മക്കളെ, എടാ ഇത്തവണത്തെ +2 ടൈം ടേബിൾ കണ്ടപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് ഒരു കുട്ടി പോലും ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ടൈം ടേബിൾ ആണെന്നുള്ളത്? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ലാബ് എക്സാം കഴിഞ്ഞ ഉടനെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനൽ എക്സാം തുടങ്ങുന്നുണ്ട്. പിന്നെ അതിന്റെ ടൈം ടേബിൾ നിങ്ങളൊന്ന് നോക്കണേ. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന എക്സാമുകളാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാമുകളാണ്. ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ അതേപോലെ തന്നെ കെമിസ്ട്രി കഴിഞ്ഞ തവണ ടഫായിരുന്നു, ബയോളജിയിൽ ഏതോ ഒരു സബ്ജക്റ്റും ടഫായിരുന്നു അല്ലേ. ഇനി ഇതിന്റെ ഒക്കെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ രസം. ഇപ്പൊ ഉദാഹരണത്തിന് മാർച്ച് 6-ാം തീയതി നിങ്ങളുടെ +2 ഫിസിക്സ് ആണ്. മാർച്ച് 6-ാം തീയതി രാവിലെ നിങ്ങളുടെ +2 ഫിസിക്സ് ആണ്. ഇംഗ്ലീഷിന്റെ ഇമ്പ്രൂവ്മെന്റ് എപ്പോഴാണോ? 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം. എത്ര ആൾക്കാർ പിന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും? അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോമ്പിനാണ്. നോമ്പിന് ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിട്ട് പിറ്റേന്ന് ഫിസിക്സ് എഴുതണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ നടക്കുമോ? മിക്കവാറും കുട്ടികൾ ഇനി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യൽ ഉണ്ടാവില്ല. ഇനി അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ കേസൊക്കെ ആണെങ്കിൽ ഒരു +2 പരീക്ഷ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് എന്ത്, കെമിസ്ട്രി എക്സാം വരുന്നത്. ഇനി ബയോളജിയുടെ കേസോ, ബയോളജി എക്സാം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എഴുതിയിട്ട് +1 ബയോളജി എഴുതിയിട്ട് പിറ്റേന്ന് രാവിലെ മാത്സ്. എത്ര ആൾക്കാർ പിന്നെ ബയോളജി എഴുതും? ഇത് ഈ സബ്ജക്റ്റ് മാത്രം, ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രോസ് റിലേഷൻ കാണാൻ പറ്റും. അതായത് ഒന്നുകിൽ എന്തായിരിക്കും, ഒരു പരീക്ഷ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, അല്ലെങ്കിലോ നേരെ തിരിച്ച്. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് കമ്പ്യൂട്ടർ സയൻസ് മാത്സ് കഴിഞ്ഞ് പിറ്റേന്ന്, പിന്നെ അടുത്ത ഫിസിക്സ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ബയോളജി, മാത്സ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇംഗ്ലീഷ്. ഈ ഒരു രീതിയിൽ എന്താ പറയുക, തൊട്ടടുത്ത ദിവസം, ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെയാണ് +1ഉം +2ഉം ഓരോ സബ്ജക്റ്റ് ഇവർ വെച്ചിരിക്കുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും, ഇമ്പ്രൂവ്മെന്റ് എക്സാം ആരും എഴുതില്ല. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സംശയമുണ്ട്, സാർ അല്ലാണ്ട് എങ്ങനെ ടൈം ടേബിൾ ഒക്കെ? ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, മാറുന്നില്ലേ, കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി, ഇംഗ്ലീഷ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ്, അതായത് ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ടാണ് +1ന്റെ ഇമ്പ്രൂവ്മെന്റ് മേജേഴ്സ് ആണ്. നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിക്ക് കുറേ ദിവസം അവധിയുണ്ട്. പിന്നെ ഈ മാത്സ് കഴിഞ്ഞിട്ടാണ് ബയോളജിയും ഫിസിക്സും +1 മാത്സും ഇംഗ്ലീഷൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള എക്സാമോ സെക്കൻഡ് ലാംഗ്വേജും കമ്പ്യൂട്ടർ സയൻസും മാത്രമാണ്. നിങ്ങൾക്ക് ശരിക്കും ഇത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? പക്ഷെ ഇവിടുത്തെ കേസിലോ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ആ ഒരു മാസം നിങ്ങൾ ചക്രശ്വാസം വലിക്കുന്നല്ലാതെ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ കേസ് തന്നെയാണ് സംഭവിക്കുക. ഇപ്പം ഉദാഹരണത്തിന് ബയോളജി ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നവന് പേടിയായിരിക്കും ബയോളജി പഠിക്കണം, മാത്സ് പഠിക്കണം, കാരണം പിറ്റേന്ന് രാവിലെ മാത്സ് ആണ്. നടക്കൂല. എനിക്കറിയില്ല കേട്ടോ ഇത് ആരാ ടൈം ടേബിൾ. ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. നമ്മുടെ CBSEയുടെ ടൈം ടേബിൾ ജസ്റ്റ് നിങ്ങൾ നോക്കണം. ഈ ഡേറ്റ് മാത്രം നോക്കിയേ, 20, 28, 9, 12, 25 ആൻഡ് 27. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ആൻഡ് ഈ ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസിനും കൂടെ പഠിക്കാൻ പറ്റും. വെറുതെ അല്ല CBSE കുട്ടികൾ എന്ത് ചെയ്യുന്നത്, എൻട്രൻസിന് നന്നായി സ്കോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആവശ്യത്തിന് പഠിക്കാനുള്ള സമയമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ ഇത് ആരായി ടൈം ടേബിൾ ഇട്ടെന്നുള്ളത്. നിങ്ങൾക്കിത് ശരിയാന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ബൈ.